ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ നിലവിളക്ക് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് അതും ക്ലീൻ ചെയ്യുന്നുള്ളത്. അത് നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ഒരു 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ വിളക്ക് ഒരുപാട് അഴുക്ക് പിടിച്ചാണ് ഇരിക്കണേ. ഞാൻ ആഴ്ചയിൽ 2 ദിവസമേ തേക്കാറുള്ളൂ. ചൊവ്വയും വെള്ളിയും മാത്രമാണ് വിളക്ക് തേക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച വിളക്ക് തേച്ചാണ്. അപ്പോൾ ഒരുപാട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ആ എണ്ണയും കരിയും എല്ലാം പിടിച്ചിട്ടുണ്ട്. അത് ആ വിളക്ക് വെക്കുന്ന പാത്രത്തിൽ ആ ചെറിയ കിണ്ടിയിലൊക്കെ ഒരുപാട് അഴുക്കുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ചെറിയ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ആ ഒരു പ്ലേറ്റിലൊക്കെ എണ്ണമഴുക്കും എല്ലാം ധാരാളം ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് അടുക്കളയിലൊക്കെ ഉള്ള എല്ലാവരുടെയും വീട്ടിലുള്ളൊരു സാധനമാണ് ഈ വാളംപുളി കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ഇത് ഓട്ടുപാത്രങ്ങളും വിളക്കൊക്കെ തേക്കാനായിട്ട് വാളംപുളിയോളം വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചാലിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് ഗ്രേവി ആ ഒരു നീര് എടുക്കുന്ന രീതിയിൽ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് വിമ്മോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്നും അതിലോട്ട് മിക്സ് ചെയ്യുക. ഈ 3 സാധനങ്ങളും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വിളക്കിൽ ഞാൻ എൻ്റെ ചെറിയ വിളക്കിൽ ധാരാളം കരിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലൊന്ന് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ബലമൊന്നും കൊടുത്ത് നമ്മൾ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ടൊക്കെ അതായത് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ അമ്മയും എല്ലാം നമ്മളുടെ വീട്ടുമുറ്റത്തൊക്കെ ആണെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടാവും അല്ലേ. നമുക്ക് പണ്ട് ചാരം അടപ്പൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ചാരമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചാരം കൊണ്ടിട്ടൊക്കെ നമ്മൾ വിളക്ക് നല്ല രീതിയിൽ വെളുപ്പിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് അതിനുള്ള സൗകര്യമൊന്നുമില്ല. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും ഒരുപാട് ബലം കൊടുത്ത് ഇങ്ങനെ സിംഗിളിരുന്ന് തേക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു മിക്സൊക്കെ ഉപയോഗിച്ച് വിളക്ക് തേച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെളുത്ത് കിട്ടും. അപ്പോൾ ഞാനൊരു ചെറിയ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലോണം വെളുത്ത് കിട്ടുമെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ചെറിയൊരു പോറൽ അതുപോലെ വിളക്കിലും പോറലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാകുമ്പോഴത്തേനും ഈ ഒരു രീതിയിലുള്ള സ്ക്രബ്ബർ ആകുമ്പോഴത്തേനും അങ്ങനെ പോറലൊന്നും വീഴില്ല. നമുക്ക് നല്ല രീതിയിൽ വെളുപ്പിച്ചെടുക്കാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ വെളുപ്പിച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വിളക്കും അതുപോലെ ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ സ്ക്രബ്ബർ ഇപ്പോൾ ഒരുപാട് ഇതൊന്നും ഇല്ല എന്നുള്ളത് ഇതുണ്ട്. ഈ ഒരു മിക്സ് മാത്രം മതി നമ്മുടെ പാത്രത്തിൽ. ആ ഒരു മിക്സ് ഇരുന്ന് വെച്ചാൽ ഭാഗം തന്നെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നതാണ്. അത് നമ്മുടെ കൈയും കൊണ്ട് തന്നെ നമുക്കൊന്ന് വെറുതെ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ വെളുത്ത് കിട്ടും കേട്ടോ. ചെറിയൊരു എന്തെങ്കിലും ഹാർഡായിട്ടുള്ള കുറച്ച് കരി അധികമായിട്ടുള്ള ഭാഗത്ത് മാത്രം നമ്മളൊന്ന് സ്ക്രബ്ബർ യൂസ് ചെയ്താൽ മതി. നമ്മൾ ഡെയിലിയൊക്കെ അതായത് ആഴ്ചയിലൊക്കെ തേക്കുന്ന വിളക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയൊന്നും ബലം കൊടുക്കേണ്ട ആവശ്യം വരില്ല. സ്ക്രബ്ബറിൻ്റെ പോലും ആവശ്യം വരില്ല ശരിക്കും. പിന്നെ ഒരുപാട് കരിയൊക്കെ പിടിച്ചെടുത്ത് മാത്രം ഒന്ന് സ്ക്രബ്ബർ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഇപ്പോൾ ഉപ്പും അതുപോലെ തന്നെ വാളംപുളിയും മാത്രം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ലാസ്റ്റ് നമ്മളുടെ ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് ആ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് തേച്ച് വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഓട്ടുപാത്രങ്ങളെല്ലാം നല്ല ക്ലീനായിട്ട് നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇതിലൊക്കെ ഒരുപാട് അഴുക്കുണ്ടായിരുന്ന പാത്രങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ കൈക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും വരില്ല. നമ്മുടെ വാളംപുളി നമ്മളെല്ലാ അടുക്കളയിലും ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന 2 സാധനങ്ങളാണ് വാളംപുളിയും ഉപ്പും. ഈ 2ഉം അതിൻ്റെ കൂടെ ഒരു ഡിഷ് വാഷും, അതും ഇപ്പോൾ എല്ലാ വീടുകളിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ല ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. ബൈ.